കോട്ടോപ്പാടം പഞ്ചായത്തിലെ കയ്യാങ്കളി കോൺഗ്രസ് സംരക്ഷിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്ന് സ്വതന്ത്രാംഗം അബൂബക്കർ. ഭരണസമിതിക്കെതിരെ അബൂബക്കർ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ടതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കം നേരത്തെ കയ്യാങ്കളിയിലെത്തിയിരുന്നു. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് താൻ പറഞ്ഞ ആരോപണങ്ങൾ നിലനിൽക്കുകയാണ്. മാറ്റം വന്നില്ലെങ്കിൽ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ടു പോകാൻ രാഷ്ട്രീയമായി മാറി ചിന്തിക്കാൻ തയ്യാറാണെന്ന് പഞ്ചായത്ത് സ്വതന്ത്രാംഗം അബൂബക്കർ നാലകത്ത് പറഞ്ഞു. പഞ്ചായത്തിൽ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുന്നില്ല. പ്രഖ്യാപിച്ച പദ്ധതികളെല്ലാം ലാപ്സായി പോകുകയാണെന്നും പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ടെന്നും അബൂബക്കർ നാലകത്ത് പറഞ്ഞു. ആരോപണങ്ങൾ കടമ്പുള്ളതാണ്. അതില് വാസ്തവമുണ്ട്. ഏകദേശം ഇപ്പോ എന്തായിരുന്നു ഞാൻ പറഞ്ഞത്, അവിടെ ഫണ്ട് കൃത്യമായിട്ട് വിനിയോഗിക്കപ്പെടുന്നില്ല, അവിടെ പ്രഖ്യാപിച്ച പദ്ധതികൾ ലാപ്സായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് കൃത്യമായിട്ട് രേഖകൾ എന്റെ കയ്യിലുണ്ട്. അത് ഇപ്പോ ഈ മാർച്ച് ലാസ്റ്റ് ആയതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിന് കൊടുത്ത ചെക്കുകളൊന്നും തന്നെ അരിയൽ ബാങ്കിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് മാറി ലഭിച്ചിട്ടില്ല. അരിയൽ ബാങ്കിന്റെ ചില പ്രശ്നങ്ങളായിരിക്കാം അത്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ മൊത്തത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോ ലാസ്റ്റ് പഞ്ചായത്തിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞു, അതെന്തായിരുന്നു എന്ന് പറയാം. അത് ഞങ്ങൾ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് പഞ്ചായത്ത് ഭരണസമിതി എന്റെ പേരിൽ പരാതി കൊടുത്തു. അവര് പിന്നീട് പരാതി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കയ്യാങ്കളികൾ സംഭവിച്ചു എന്നൊക്കെ പറയാം. കയ്യാങ്കളിക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ. 12 പേര് ഇരിക്കുന്ന ഒരാൾ കയറി ചെല്ലുമ്പോൾ അവർക്കൊരു മേൽക്കോയ്മ ഉണ്ടാവും. കയ്യാങ്കളി സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അതെ, അങ്ങനെ ഒരു സംഘബലം ഒരു പാർട്ടി അവർക്കുണ്ടായത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഭരണസമിതിക്കെതിരെ അബൂബക്കർ നാലകത്ത് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിനെ ചൊല്ലിയുള്ള വാക്കുതർക്കം നേരത്തെ കയ്യാങ്കളിയിലെത്തിയിരുന്നു. ഭരണസമിതിയിൽ ഇടം ലഭിക്കാതെ വരുമ്പോഴാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കുമെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ മറ്റു വഴികൾ നോക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി റഫീഖ്, പി റസാഖ്, എൻ ജംഷാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മണ്ണാർക്കാട്.